ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അന്ന് നമ്മുടെ ഇലക്ട്രോണിക് മെഷീൻ വരുന്നതിന് മുമ്പ് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ നിക്ഷേപിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ബോക്സുകളാണിത്. കൃത്യമായി സീല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടി തുറക്കണമെങ്കിൽ ആ സീല് പൊട്ടിച്ചാൽ മാത്രമേ തുറക്കാൻ വെക്കൂ. അല്ലാതെ നമ്മൾ താക്കോൽ ഉപയോഗിച്ച് പൂട്ടുന്ന രീതി അല്ല ഇതിനുള്ളത്. ഈ ഹോളിൽ കൂടി നമ്മുടെ വിരൽ കടത്തി അതിനകത്തുള്ള ലോക്ക് കൈകൊണ്ട് നീക്കിയാൽ മാത്രമേ ഈ പെട്ടികൾ തുറന്ന് വോട്ടുകൾ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഈ പെട്ടികൾ കണ്ടോ? ഒരു കാലത്ത് ജനാധിപത്യത്തിൻ്റെ കാവലാളുകളായിരുന്ന ബാലറ്റ് പെട്ടികളാണിത്. അതായത് ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന കാലത്ത് ആ വോട്ടുകൾ നിക്ഷേപിച്ചിരുന്നതും അതിനുശേഷം വോട്ടെണ്ണുന്നത് വരെ അവ സൂക്ഷിച്ചിരുന്നതും ഈ പെട്ടികളിലാണ്. ഈ പെട്ടി പൊട്ടിച്ചാണ് അന്ന് വോട്ട് എണ്ണിയിരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലാ കളക്ട്രേറ്റിലാണ്. ഇവിടെ ഇപ്പോൾ ഈ പെട്ടികൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ലേലം ചെയ്ത് വിറ്റിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളുമായി തിരഞ്ഞെടുപ്പ് സെഷനിലെ ഉദ്യോഗസ്ഥൻ എസ് ബിനു ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ ഏത് കാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്ടികളാണിത്? ഇപ്പോൾ നമ്മൾ എന്താണ് ഈ പെട്ടികളെ ലേലം ചെയ്ത് വെക്കാനുള്ള കാരണം? നമ്മൾ 2010 വരെയാണ് ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ചെയ്ത് ഈ പെട്ടികളിൽ നിക്ഷേപിച്ചത്. അതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളായ സാഹചര്യത്തിൽ ഇലക്ട്രോണിക് മെഷീനുകളാണ് വോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പം നമുക്ക് ബാലറ്റ് പെട്ടികളുടെ ആവശ്യമില്ലാതെ വന്നു. അന്നു മുതൽ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഡംപ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന പെട്ടികളാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലേലത്തിലൂടെ 2 കമ്പനികൾക്കായി സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും മെഷീനുകൾ കൈമാറിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ട് ഇത് പൊളിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിനുള്ള കമ്പനി ഏറ്റെടുത്തതനുസരിച്ചാണ് ഇവിടുത്തെ മെഷീനുകൾ നീക്കുന്നത്. ഈ പെട്ടികൾ നിലവിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇത് ഏറ്റവും അവസാനം നമുക്കിതിനൊരു ആവശ്യം വന്നത് ഇപ്പം നമ്മുടെ 85 വയസ്സിന് മേലുള്ള ആളുകൾക്കും നമ്മുടെ ഭിന്നശേഷിയിലുള്ള ആളുകൾക്കും ഹോം വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലയിൽ ഈ ബാലറ്റ് ബോക്സുകളാണ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ വീട്ടിൽ പോയി നമ്മൾ ബാലറ്റിലൂടെ രേഖപ്പെടുത്തിയ വോട്ടുകൾ നിക്ഷേപിച്ച് ഇവിടെ സുരക്ഷിതമായി വോട്ടെണ്ണൽ സമയം വരെ സൂക്ഷിച്ചത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന ആളുകൾക്ക് അന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഫീസ് കൊടുക്കുന്ന ആളുകൾക്ക് പെട്ടികൾ വാടകയ്ക്ക് നൽകി വരാറുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു 20 പെട്ടികൾ നമ്മുടെ ജില്ലകളിൽ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ വർഷങ്ങളിലും ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ പോലും പെട്ടികൾക്ക് അങ്ങനെ വലിയ നാശമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ലോക്കാണ് ഏറ്റവും പ്രധാനം. ലോക്കും ഇതിൻ്റെ രീതിയും ഇതിൻ്റെ നിർമ്മാണ രീതിയും പ്രത്യേകതകളുള്ളതാണ്. ഇതിനകത്ത് വോട്ടുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലറ്റിലൂടെ ചെയ്യുന്ന വോട്ടുകൾ നിക്ഷേപിച്ചതിന് ശേഷം നമ്മളത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് താക്കോലോ മറ്റ് പൂട്ടോ ഉപയോഗിച്ചൊന്നും അല്ല പൂട്ടുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഇതിൽ നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ലോക്കാണ് അതിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ വോട്ട് ചെയ്ത രേഖപ്പെടുത്തിയ ബാലറ്റുകൾ ഇതുവഴി നിർദ്ദിഷ്ട സ്ഥലത്തു കൂടി അതിനുവേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതെ, അവിടെ കൂടി നിക്ഷേപിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തതിന് ശേഷം വോട്ടിംഗ് നടപടിക്രമം പൂർത്തീകരിച്ചതിന് ശേഷം പെട്ടി അടച്ച് സീല് ചെയ്യുക. പ്രത്യേക തരത്തിലാണ് സീല് ചെയ്യുന്നത്. സീല് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായി സീല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടി തുറക്കണമെങ്കിൽ ആ സീല് പൊട്ടിച്ചാൽ മാത്രമേ തുറക്കാൻ വെക്കൂ. അല്ലാതെ നമ്മൾ താക്കോൽ ഉപയോഗിച്ച് പൂട്ടുന്ന രീതി അല്ല ഇതിനുള്ളത്. സീല് ചെയ്ത പെട്ടികൾ പൊട്ടിക്കുന്നതിന് വേണ്ടി ഇവിടെ സീല് പൊട്ടിച്ചതിന് ശേഷം ഈ ഹോളിൽ കൂടി നമ്മുടെ വിരൽ കടത്തി അതിനകത്തുള്ള ലോക്ക് കൈകൊണ്ട് നീക്കിയാൽ മാത്രമേ ഈ പെട്ടികൾ തുറന്ന് വോട്ടുകൾ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അന്ന് ഇത് തുറക്കാനായിട്ട് ഈ സീല് പൊട്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് വല്ല ട്രെയിനിങ് തന്നിരുന്നു? അല്ല, അന്ന് ഈ പെട്ടികൾ പ്രത്യേകം തുറക്കുന്നതും അടയ്ക്കുന്നതും സംബന്ധിച്ച് ട്രെയിനിങ്ങുകൾ കൃത്യമായി നൽകുന്നുണ്ട്. ട്രെയിനിങ്ങിന് കിട്ടാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടികൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള പുതിയ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടികൾ തുറക്കുന്നതിന് തന്നെ അത്യാവശ്യം കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തുറക്കുന്നതിനും അതിൻ്റേതായ രീതിയുണ്ട്. ആ രീതി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ തുറക്കാൻ ഒക്കത്തുള്ളൂ. പ്രത്യേക പൊസിഷനിൽ അതിൻ്റെ ലോക്ക് ക്രമീകരിച്ചാൽ മാത്രമേ അത് മാറ്റാൻ കഴിയുള്ളൂ.